ഡൈനാടെക് HP15A+. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് പ്രതീക്ഷയിൽ ഒരുപാട് മേലെ ആയി എന്ന് വേണേൽ പറയാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇത് പയ്യോളിയാണ്. ഇവിടെ നമ്മൾ ഇതിന് മുമ്പ് അവർക്ക് 2 ഡൈനാടെക്കിന് ടോപ്പും ഒരു മിക്സറും സെറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയിൽ നമ്മൾ എക്സ്ട്രാ 2 ഡൈനാടെക്കും പിന്നെ 2 സബ്ബും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് വയറിങ്ങിൻ്റെ കുറച്ച് പണിയുണ്ട്. നമുക്ക് സബിൻ്റെ കേബിളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ടായിരുന്നു. നമ്മൾ ജിഷ്ണു മച്ച അത് സ്പീക്കറിൻ്റെ കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു അൺബോക്സിംഗ് പരിപാടി. നമുക്ക് ക്രോസ് ഓവർ വരുന്നുണ്ട്. DBXൻ്റെ ഒറിജിനൽ ക്രോസ് ഓവറാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ആയിരുന്നു. അടുത്ത് നമുക്ക് ഐഫ പ്രോൻ്റെ ഒരു പവർ സീക്വൻസറാണ് അൺബോക്സ് ചെയ്യാനുള്ളത്. ഇതാണ് സാധനം വരുന്നത് ഐഫ പ്രോൻ്റെ. അടുത്തും ഐഫ പ്രോൻ്റെ ഒരു കോഡ്ലെസ് ആണ്. ALP 800 എന്ന് പറഞ്ഞ മോഡലാണിത്. അപ്പോൾ നമ്മൾ നേരെ സെറ്റപ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ കിവിൻ്റെ സബ്ബാണ് ലോഡ് ചെയ്ത്. ഇതിന് മുമ്പ് ഇവർക്ക് 2 ഡൈനാടെക് ഉണ്ടായിരുന്നു ടോപ്പായിട്ട്, പിന്നെ ഒരു മോണിറ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, സബ്ബ് വേണം എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ 2 ഡൈനാടെക് കൂടി എടുത്ത് അതിൻ്റെ കൂടെ 2 സബ്ബും കൂടി പർച്ചേസ് ചെയ്യാനുള്ളത്. കിവി സബിൻ്റെ വാട്ടേജ് അവർ പറയുന്നത് 1000 വാട്ട്സ് ആണ്. പിന്നെ ഡൈനാടെക് പിന്നെ ആക്റ്റീവ് സ്പീക്കറാണ്. കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഇതിന് ആംപ്ലിഫയർ വേണ്ടേ. ഇതൊരു ആക്റ്റീവ് സ്പീക്കറാണ്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ആംപ്ലിഫയറിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ആംപ്ലിഫയർ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ആംപ്ലിഫയറിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെ നമ്മൾ സബിൻ്റെയും ടോപ്പിൻ്റെ ഒക്കെ പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്യാണ്. അതിന് മുകളിൽ നമ്മൾ പവർ സീക്വൻസർ ക്രോസ് ഓവറൊക്കെ വെച്ചു. അപ്പോൾ ചെറുതായി തട്ടുന്നതുകൊണ്ട് നമ്മൾ ആംപ്ലിഫയറിന് തന്നെ ഫ്ലൈറ്റ് കേസിൻ്റെ ടോപ്പ് അവിടെ വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ സീക്വൻസർ വെച്ചു. പിന്നെ ക്രോസ് ഓവർ അതിൻ്റെ മുകളിൽ കോഡ്ലെസിൻ്റെ റിസീവർ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വയറിങ്ങിലേക്ക് പോകണം. നമ്മൾ മിക്സറിൻ്റെ വയറാണ് വലിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ സബിൻ്റെ വയർ, ടോപ്പിൻ്റെ 4 ടോപ്പിൻ്റെ AC കോഡ്, സിഗ്നൽ വയർ, ഇതെല്ലാം നമ്മൾ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മളെ പരിപാടിക്ക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ മിക്സറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് നേരെ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കൺസോൾ എന്ന നമ്മളെ സെയിം സാധനം ഡൈനാടെക് MDX16 തന്നെ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഔട്ട് എടുത്ത് മൊബൈൽ പിൻ വഴിയാണ് നമ്മൾ ഇന്നെടുത്തത്. പിന്നെ ഔട്ട് പോകുന്നത് ഇതാണ് ഇവിടെ എല്ലാ ഔട്ട് വരുന്നത്. ഇത് നമ്മളെ ഓക്സ്, ഇത് നമ്മളെ മൊബൈൽ പിൻ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെ കോഡ്ലെസിൻ്റെ കൊടുത്തത് മൈക്ക്. ഇത് നേരെ പോകുന്നത് നേരെ നമ്മളെ മിക്സറിൽ നിന്ന് ഔട്ട് നേരെ കയറി നമ്മൾ ആദ്യം ഇവിടെ ഡൈനാടെക്കിലാണ്. നമ്മൾ ലെഫ്റ്റ് ഇവിടെ കയറി നേരെ ലൂപ്പ് ചെയ്ത് മുകളിലും കയറ്റി. അതേപോലെ തന്നെ റൈറ്റ് ഇവിടെ വന്ന് അത് ലൂപ്പ് ചെയ്ത് മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഓക്സ് വരുന്നത് നേരെ നേരെ ക്രോസ് ഓവറിലേക്കാണ് കയറി. ക്രോസ് ഓവറിന് അതിൻ്റെ ഔട്ടെടുത്ത് നേരെ നമ്മളെ ആമ്പിൽ HD80. ഇതാണ് നമ്മളെ ആമ്പ് വരുന്നത് HD80 PODO. പിന്നെ ഇത് പവർ സീക്വൻസർ ഐഫ പ്രോൻ്റെ ആണ്. പിന്നെ വരുന്നത് DBXൻ്റെ ക്രോസ് ഓവർ. പിന്നെ ഐഫ പ്രോൻ്റെ തന്നെ മൈക്ക് ALP 800. ടോപ്പ് ഇവിടെ യൂസ് ചെയ്ത് ഡൈനാടെക്കിൻ്റെ HP15A+ ആണ്. പിന്നെ സബ് വരുന്ന കിവി. അപ്പോൾ നമ്മൾ നേരെ ചെക്കിങ്ങിലേക്ക് പോവുകയാണ്. ചെറിയ പാട്ടൊക്കെ ഇട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പാട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ Instagram പേജിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയായുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇതൊക്കെ റേറ്റ് പറഞ്ഞുതരാം. ഡൈനാടെക് HP15A+. ഇതിൻ്റെ റേറ്റ് വരുന്നത് 35 രൂപയാണ്. 35,000 രൂപ ഒന്നിന്. അപ്പോൾ ഇതിലിപ്പോൾ 4 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മോണിറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലസ് ഇതിൻ്റെ കിവി നമ്മൾ സബ് യൂസ് ചെയ്തത് കിവിയാണ്. കിവിക്ക് ഇതിന് ജോഡി റേറ്റ് വരുന്നത് 68 രൂപ വരുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത കോഡ്ലെസ് ഐഫ പ്രോൻ്റെ ALP 800. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 12 രൂപയാണ്. പിന്നെ ക്രോസ് ഓവർ വരുന്നത് 16,000 DBX ആണ്. പിന്നെ നമ്മളെ ഐഫ പ്രോൻ്റെ പവർ സീക്വൻസർ ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് ഒരു 8,000. ഇതൊക്കെ നമ്മൾ എക്സ്പോന് ഓഫറിലെടുത്താണ്. പിന്നെ ആമ്പ് യൂസ് ചെയ്യുന്നത് PODൻ്റെ HD80+. ഇതിന് റേറ്റ് വരുന്നത് ഏകദേശം 55 രൂപ വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്ത മിക്സർ വരുന്നത് ഡൈനാടെക്കിൻ്റെ MDX16 ആണ്. ഇതൊരു 16 ചാനൽ മിക്സറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 35 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ, അന്ന് നമ്മൾ 2 ഡൈനാടെക്കിൻ്റെ ടോപ്പായിരുന്നു എടുത്തത്. പിന്നെ ഒരു മോണിറ്ററും എടുത്ത്, പിന്നെ ചെറിയ മിക്സർ മാത്രമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അന്നത്തെ വർക്കിംഗ് ഇപ്പോൾ നമ്മൾ സബ് ആഡ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ വ്യത്യാസം? വർക്കിംഗ് കുഴപ്പമൊന്നുമില്ല, നല്ല ഒരുവിധം. പിന്നെ ഇതിൽ ഞാൻ പ്രതീക്ഷയിൽ ഒരുപാട് മേലെ ആയി എന്ന് വേണേൽ പറയാം. അത്രയും വളരെ എന്താ പറയുക, ഇപ്പോൾ നേരത്തെ നമ്മൾ അയൽവാസി വന്ന് പറഞ്ഞിട്ടില്ലേ, ഒരുപാട് ദൂരെ ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഇത് തോന്നിയെന്നുള്ളത്. അപ്പോൾ അതിനെ അതിന് ഏറ്റവും വലിയൊരു മറുപടി. സാധനം എങ്ങനെയുണ്ട് ഒന്നും പറയല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറേ നേരം പാട്ടൊക്കെ വെച്ച് നമ്മൾ അടിപൊളി പാട്ടൊക്കെ വെച്ച് ഇത് നമ്മളെ ജിഷ്ണു ഭായി പാട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പാട്ടൊക്കെ കേട്ട് അപ്പുറത്തുള്ള എല്ലാ വീട്ടുകാരും വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല ആർക്കും. കസ്റ്റമർ ഹാപ്പി, നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ചെറിയ ഡാൻസ് കളിച്ച് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ ജിഷ്ണു ഭായി വന്ന് നമ്മളിതാ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷ്ണു ഭായി ശരിക്കും നമ്മുടെ നെപ്റ്റ്യൂൺ സൗണ്ടിലാണ് കൊയിലാണ്ടി. അപ്പോൾ നമ്മളിതാ പാക്കപ്പിലായി എല്ലാ സാധനം അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സൗണ്ട് സെറ്റ് ചെയ്യണം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളെ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.